السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ സഹോദരങ്ങളെ, മയ്യത്ത് പരിപാലനം പാർട്ട് 19. മയ്യത്തു കട്ടിലിൽ വെച്ച് ചുമക്കേണ്ടുന്ന രൂപങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത്. മയ്യത്തും കട്ടിലിൽ മയ്യത്തിനെ വെച്ച് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിൻ്റെ തലഭാഗം എവിടേക്കാണ് ആവേണ്ടത്? അൻ യകൂന റഅസുൽ മയ്യിത്തി അവ്വലൻ നഅ്ശി, മയ്യത്തിൻ്റെ തലയാവൽ സുന്നത്താണ് മയ്യത്തും കട്ടിലിൻ്റെ ആദ്യ ഭാഗത്താവുക. വലൗലി ഗൈരിൽ ഖിബിലത്തി, അത് ഖിബിലൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും. ബുഷ്റൽ കരീം 2-399. അന്ന സുന്നത ഫി വളിഇ റഅസിൽ മയ്യിത്തി ഫി ഹാലി സൈരി, മയ്യത്തിനെ കൊണ്ട് നടക്കുന്ന സന്ദർഭത്തിൽ മയ്യത്തിൻ്റെ തല വെക്കുന്നതിലെ സുന്നത്ത് അൻ യകൂന ഇലാ ജിഹത്തി ത്വരീഖി, അത് പോകുന്ന വഴിയുടെ ഭാഗം കൊള്ള ആവലാണ്. സവാഉനിൽ ഖിബിലത്തു വഗൈറുഹ, ആ പോകുന്ന ഭാഗം ഖിബിലയാണെങ്കിലും അല്ലെങ്കിലും ഏതു ഭാഗത്തേക്കാണോ പോകുന്നത് ആ ഭാഗത്തേക്ക് തല വരുന്ന വിധത്തിൽ മയ്യത്തും കട്ടിൽ പിടിക്കുക, അതാണ് വേണ്ടത്. ഷെർവാനി 3-130. മയ്യത്തു സംസ്കരണത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ശക്തമായ സുന്നത്താണ്. മയ്യത്തിൻ്റെ കൂടെ പോകലും നമസ്കാരത്തിൽ ശേഷം മയ്യത്തു മറവ് ചെയ്യൽ എന്നിവയിൽ പങ്കുകൊള്ളുകയും ചെയ്യുക, ഇതെല്ലാമാണ് മയ്യത്തു സംസ്കരണം. വഫി ഹദീസിൻ ലിത്തബ്റാനി, ഇമാം തബ്റാനി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, മൻ തബിഅ ജനാസത്തൻ, ഒരാൾ ഒരു ജനാസയെ പിന്തുടർന്നു, ഹത്താ യുഖ്ളാ ദഫ്നുഹ, ആ ജനാസയെ മറവ് ചെയ്യൽ വീട്ടപ്പെടുന്നതുവരെ, മറവ് ചെയ്യൽ കഴിയുന്നതുവരെ കൂടെ പിന്തുടർന്നു എങ്കിൽ കുതിബലഹു സലാസത്തു ഖരാരീത, അവൻക്ക് 3 ഖിറാത്തുകൾ പ്രതിഫലം എഴുതപ്പെടുന്നതാണ്. ഫഅലൈഹി, ഈ പറഞ്ഞതനുസരിച്ച്, യകൂനുൽ അവ്വലു, ഒന്നാമത്തെ ഖിറാത്ത് ആവും ലിൽ ഹുളൂരി മഅഹ, ജനാസയോടുകൂടെ ഹാജറാകുന്നതിന് വേണ്ടിയുള്ളതാണ്. മിനൽ മൻസിലി ഖബല സലാത്തി, ഈ വീട്ടിൽ നിന്ന് നമസ്കാരത്തിൻ്റെ മുമ്പ് ആയി മയ്യത്തിൻ്റെ കൂടെ ഹാജറാകുന്നതിന് വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ ഖിറാത്ത്. വത്താനി ലിസ്വലാത്തി, രണ്ടാമത്തെ ഖിറാത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. വത്താലിസു, മൂന്നാമത്തേതെന്ന് പറയുന്നത് ലിത്തശ്യീഇ, സംസ്കരണത്തിന് വേണ്ടി ഉള്ളതാണ്, അതിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടിയുള്ളതാണ്. വയതഅദ്ദദു ഖിറാത്തു സ്വലാത്തി, ഈ നമസ്കാരത്തിന് ലഭിക്കുന്ന ആ ഒരു ഖിറാത്ത് എണ്ണമായി വരും. ബി തഅദ്ദുദിൽ ജനായിസി, മയ്യത്തുകളുടെ എണ്ണങ്ങൾക്കനുസരിച്ചുകൊണ്ട്. വഇൻ സല്ലാ അലൈഹിം മഅഹ, ഈ കുറേ ജനാസകൾ ഉണ്ടായപ്പോൾ അവയുടെ മേൽ ഒന്നിച്ചാണ് നമസ്കരിച്ചതെങ്കിൽ പോലും ജനാസകളുടെ എണ്ണത്തിനനുസരിച്ചു കൊണ്ട് നമസ്കാരത്തിന് ലഭിക്കുന്ന ഖിറാത്തുകളുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഫതുഹുൽ ജവാദ് 1-354.
വതശീഉൽ ജനാസതി ലിദ്ദിജാലി സുന്നത്തുൻ മുഅക്കദത്തുൻ. മയ്യത്തു സംസ്കരണം എന്നുള്ളത് പുരുഷന്മാർക്ക് ശക്തമായ സുന്നത്താണ്. കൂടെ പോവുക എന്നുള്ളത് അതിലൊരു പ്രധാനമായ ഘടകമാണ്. അതിൻ്റെ രീതി ളാബിത്തുഹു അല്ലാ യബ്ഉദ അൻഹാ ബുഅദൻ യുഖ്തഉ ഉർഫൻ നിസ്ബത്തുഹു ഇലൈഹാ. ആ തശ്യീഇൻ്റെ പൊതു നിയമം അവൻ ആ ജനാസയെ തൊട്ട് അകലെയാകാതിരിക്കലാണ്. ഒരു അകലെയാകൽ അവനെ ഈ ജനാസ കൊണ്ട് ചേർത്തലിനെ ഉറുഫനുസരിച്ചു കൊണ്ട് മുറിക്കപ്പെടും. മയ്യത്തിലേക്ക് ജനാസയിലേക്ക് ഓനെ ചേർത്തലിനെ മുറിക്കപ്പെടുന്ന രീതിയിൽ അകലെയാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമം. വൽ മസ്യു ലിൽ മുസയ്യിഇ ലഹ. ജനാസ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവന് നടക്കൽ, കൂടെ പോകൽ. അവിടെ നടക്കലാണ് അഫ്ളലു മിനർ റുകൂബി. വാഹനത്തിൽ പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് നടക്കലാണ്. ലിൽ ഇത്തിബാഇ. നബിചര്യയാണ് അതിന് തെളിവ്. ബൽ യുക്റഹു ബി ഗൈരി ഉദ്രിൻ. തന്നെയും അല്ല, കാരണങ്ങളൊന്നുമില്ലെങ്കിൽ, പ്രതിബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ ഈ വാഹനം കയറി കൂടെ പോകൽ കറാഹത്തു കൂടിയാണ്. വഖൗനുൽ മുസയ്യിഇ അമാമഹ അഫ്ളലു. ഈ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവൻ, അതിൻ്റെ ഭാഗമായി കൂടെ പോകുന്നവൻ മയ്യത്തിൻ്റെ ജനാസയുടെ മുന്നിലാവലാണ് അഫ്ളല്. ലിൽ ഇത്തിബാഇ. അതിനും നബിചര്യയാണ് തെളിവ്. മാത്രവും അല്ല, വലി അന്നഹും ശുഫആഉ. ഈ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ അവർ ശഫാഅത്ത് ചെയ്യുന്നവരാണ്, മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരു ശുപാർശ ചെയ്യുന്നവൻ മുന്നിലാണല്ലോ ചെല്ലേണ്ടത്. സവാഉനി റാക്കിബു വൽ മാശി. അത് വാഹനം കയറി പോകുന്നവനാണെങ്കിലും നടന്നു പോകുന്നവനാണെങ്കിലും മുന്നിലായിരിക്കണം. വകൗനുഹു ബി ഖുർബിഹ അഫ്ളലു. ഇവൻ ജനാസയുടെ അടുത്താവുക എന്നുള്ളത് അഫ്ളലാണ്. മിൻ ബുഇദിഹ ലിൽ ഇത്തിബാഇ. അവിടെയും നബിചര്യയാണ് തെളിവ്. മിൻ ബുഇദിഹ. ജനാസയുമായി അവൻ അകലെയാകുന്നതിനേക്കാൾ അടുത്താവലാണ് അഫ്ളല്. അകലെയാവുക എന്ന് പറഞ്ഞാൽ ബി അല്ലാ യറാഹ. ആ ജനാസയെ ഓൻ കാണാതിരിക്കൽ കൊണ്ട്. ലി കസറത്തിൽ മാശീന മഅഹ. ജനാസന്റെ കൂടെ നടക്കുന്നവർ അധികരിച്ചതിന് വേണ്ടി. വളാബിതുഹു അൻ യകൂന ബിഹൈസു ലവിൽ തഫത്ത റആഹ. ഇതിൻ്റെ പൊതു നിയമം, അടുത്താവുക എന്നുള്ളതിൻ്റെ ഒരു പൊതു തത്വം. അൻ യകൂന, അതിൻ്റെ ഒരു പൊതു നിയമം പറഞ്ഞാൽ അവൻ ആവലാണ്. ബിഹൈസു ലവിൽ തഫത്ത. അവൻ തിരിഞ്ഞു നോക്കിയാൽ റആഹ, ജനാസയെ ഓൻ കാണും. ഐ റുഇയത്തൻ കാമിലത്തിന്, ഒരു പൂർണ്ണമായ കാണൽ കാണും. ആ അവസ്ഥ കണ്ടാവുക ഓന്. അതാണ് മയ്യത്തിൻ്റെ അടുത്ത് ആവുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. തുഹ്ഫ 3:130, അസ്നൽ മതാലിബ് 311. വഅമ്മാ ഖബ്റു ഉംശൂ ഖൽഫൽ ജനാസത്തി ഫളഈഫുൻ. ജനാസയുടെ പിന്നിൽ നടക്കുക നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഹദീസ്, അത് ലഈഫാണ്. സർവാനി. ജനാസയുടെ മുന്നിലാണ് നടക്കേണ്ടത്, അതാണ് അഫ്ളൽ. വലൗ മശാ ഖൽഫഹു. ഒരാൾ പിന്നിൽ നടന്നാൽ ഹസല ലഹു ഫളീലത്തു അസ്ലിൽ മുതാബഅത്തി. മയ്യത്തിനോട് പിന്തുടർന്നതിൻ്റെ അടിസ്ഥാന ശ്രേഷ്ഠത ഓനക്ക് കരസ്ഥമാകുന്നതാണ്. ദൂന കമാലിഹ. അതിൻ്റെ പൂർണ്ണതനെ കൂടാതെ പൂർണ്ണമായ ശ്രേഷ്ഠത ലഭിക്കുകയില്ല. വലൗ തഖദ്ദമഹ ഇലൽ മഖ്ബറത്തി. ഇനി അവൻ ഈ മയ്യത്തിൻക്ക് മുന്തിപ്പോയി. ഇലൽ മഖ്ബറത്തി, ഖബർസ്ഥാന് കൊള്ളെ. ചിലവരൊക്കെ അങ്ങനെ ചെയ്യും. നേരത്തെ തന്നെ മയ്യത്തിൻ്റെ കൂടെ പോകാതെ നേരത്തെ പള്ളിക്കാട്ടിൽ അതല്ലെങ്കിൽ പള്ളിയിൽ ചെല്ലും. എന്നാൽ
ലം യുക്റഹ്, കറാഹത്തില്ല അത്. സുമ്മ ഹുവ ബിൽ ഖിയാരി, പിന്നെ അങ്ങനെ നേരത്തെ ചെന്ന അവൻ്റെ ഇഷ്ടപ്രകാരമാണ് അവിടെ ചെയ്യേണ്ടത്. ഇൻഷാ ഖാമ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിൽക്കണം. ഹത്താ തൂലഅൽ ജനാസത്തു, ജനാസയെ കൊണ്ടുവന്ന് അവിടെ വെക്കപ്പെടുന്നവരെ നിൽക്കുക. വ ഇൻഷാ ഖഅദ, ഇനി അവനക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇരിക്കും ചെയ്യാം, രണ്ടും ചെയ്യാം. അപ്പോൾ മുന്നിലാണ്ട് പോയി കഴിഞ്ഞാൽ അത് കറാഹത്ത് വരികയില്ല. ലാക്കിൻ ഫാത്തഹു ഫളിലുൽ ഇത്തിബാഇ, മയ്യത്തിനെ പിന്തുടരുക എന്നതിൻ്റെ ആ ശ്രേഷ്ഠത അവനക്ക് നഷ്ടപ്പെടുന്നതാണ്. ഷർവാനി 3:130. വലാബിതുഹു അല്ല യബുഉദ ബുഅദൻ യുഖ്തഉ ഉറുഫൻ നിസ്ബത്തുഹു ഇലൈഹ എന്ന് പറഞ്ഞു നേരത്തെ. ഇവനെ ആ ജനാസ കൊണ്ട് ചേർത്തലിനെ മുറിക്കപ്പെടുന്ന വിധം ഉറുഫിൽ മുറിക്കപ്പെടുന്ന നിലക്ക് വിദൂരമാകുക, അത് പാടില്ല. യദ്ഹറു അന്നഹു യത്തഫാവത്തു, ഈ ബുഅദ് അത് വ്യത്യാസമാകും. ബി തഫാവുത്തിൽ ജനായിസി, മയ്യത്തുകളുടെ ഏറ്റ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട്. ഓരോ ജനാസയുടെയും കൂടെ ഒരേ അളവ് എണ്ണമായിക്കോണമെന്നില്ല കൂടെ ഉള്ളവർ. ഫൈനൽ ജനാസത്തല്ലത്തി യുസയ്യിഉഹ അശ്റത്തുൻ മസല, ഒരു ജനാസ, ആ ജനാസയെ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ 10 പേരാണ് ഉദാഹരണമായിട്ട്. ഇതാ ബഅുദ അൻഹ, ആ ജനാസയെ തൊട്ട് അവൻ അകലെയായാൽ നഹവ 50 ദിറാഅ മസലൻ, ഒരു 50 മുഴത്തിൻ്റെ കണക്ക് കണ്ട് ഉദാഹരണമായി അവൻ അകലെയായാൽ ഖദ് യഖ്തഉൽ ഉറുഫ് ഉറപ്പിച്ചു പറയും, ഉറുഫ് മുറിക്കും, നിസ്ബത്തഹു ഇലൈഹ, അവനെ അതിലേക്ക് ചേർത്തലിനെ മുറിച്ചു കളയും. അപ്പോൾ 10 പേര് കൂടെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇവനൊരു 50 മുഴം മുന്നിൽ പോയാൽ ഇവനെ ഈ ജനാസയിലേക്ക് ചേർത്തി പറയലിനെ ഉറുഫ്, പൊതു വിലയിരുത്തൽ, അങ്ങനെ ചേർത്തലിനെ മുറിക്കും. ഓനെ ഈ മയ്യത്തിലേക്ക് ചേർത്തി പറയൂല, കൂടെ പോകുകയാണെന്ന് പറയൂല. വല്ലത്തി യുസയ്യിഉഹ അശ്റത്തു ആലാഫിൻ മസല, ഒരു 10,000 ആളുകൾ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്ന ഒരു ജനാസ, മസലൻ 10,000 എന്നുള്ളത് ഉദാഹരണം. ലാ യഖ്തഉൽ ഉറുഫ് മുറിക്കുകയില്ല, നിസ്ബത്തഹു ഇലൈഹ, ഈ വ്യക്തിയെ ഈ ജനാസയിലേക്ക് ചേർത്തലിനെ മുറിക്കുകയില്ല. വലൗ ബഅുദ അൻഹ, അവൻ ആ ജനാസയെ തൊട്ട് വിദൂരമായി നഹവ 100 ദിറാഇൻ മസല, ഒരു 200 മുഴത്തിൻ്റെ കണക്ക് കണ്ട് ഉദാഹരണമായി അവൻ അകലെയായാൽ പോലും പൊതു വിലയിരുത്തൽ ഇവനെ ആ മയ്യത്തിലേക്ക് ചേർത്തലിനെ മുറിച്ചു കളയുകയില്ല. ബൽ നഹവു 500 ദിറാഇൻ, അഖൂലു ബൽ നഹവു 500 ദിറാഇൻ, ഷർവാനി പറയാണ് ഒരു 500 മുഴം, അതിൻ്റെ കണക്ക് കണ്ട് പോൻ അകലെയായാൽ പോലും ഇവനെ അതിലേക്ക് മയ്യത്തിലേക്ക് ചേർത്തലിനെ മുറിക്കുകയില്ല, ഉറുഫ് മുറിച്ചു കളയുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖുർദി പറയുന്നു, ഹാസിലു മാഫിൽ ഈ ആബിൽ പറഞ്ഞതിൻ്റെ ആകത്തുക അന്നഹു ഇൻ ബഅുദ അൻഹ, അവൻ ഈ ജനാസയെ തൊട്ട് അകലെയായി, ലിമുൻഅത്തിഫിൻ, വളവും തിരിവും കാരണമായി, ഓ മയ്യത്തിനെ തൊട്ട് കുറച്ച് അകലെയായി. ഔ കസറത്തി മുസയ്യിഇൻ, അതല്ലെങ്കിൽ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ അധികമായതിൻ്റെ പേരിൽ ഓൻ മയ്യത്തിനെ തൊട്ട് അകലെയായി. എന്നാലും ഹസല ഫളിലത്തു തശ്യീഇ, ഓനക്ക് ഈ സംസ്കരണത്തിൽ പങ്കുകൊണ്ടതിൻ്റെ ശ്രേഷ്ഠത കരസ്ഥമാകും, കാരണം അവൻ ആ കൂടെ തന്നെ ഉണ്ടല്ലോ. വ ഇല്ലാ ഫല, ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടൊന്നല്ല ഓൻ അകലെയായത് എങ്കിലോ അവനക്ക് ആ ശ്രേഷ്ഠത കരസ്ഥമാവുകയും ചെയ്യൂല. ഷർവാനി 3:130.
ജനാസ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ മുന്നിലാണ് നടക്കേണ്ടത്. അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് ലി അന്നഹും ശുഫആഉ എന്നാണ്. അവർ ശുപാർശകരാണ്. ശുപാർശകരാകുമ്പോൾ ശുപാർശ ചെയ്യാൻ വേണ്ടി മുന്നിൽ പോവുകയാണല്ലോ വേണ്ടത്. അപ്പോൾ മയ്യത്ത് ഒരു കുട്ടിയാണെങ്കിലോ അൽ മദ്ഹബു നദ്ബുൽ മസ്ഇ അമാമൽ ജനാസത്തി ലിൽ ഇത്തിബാഇ, ജനാസയുടെ മുന്നിൽ നടക്കുക എന്നുള്ളതാണ്, നടക്കൽ സുന്നത്താണെന്നതാണ് പ്രബലമായ നിലപാട്. ലിൽ ഇത്തിബാഇ, നബി ചര്യയാണ് അതിന് തെളിവ്. വലാഹിറു ഇത്ലാഖിൽ അസ്ഹാബി, ഷാഫിഈ അസ്ഹാബിൻ്റെ പൊതുപ്രയോഗത്തിൻ്റെ ബാഹ്യം അന്നഹു ലാ ഫർഖ ബൈന കൗനിൽ മയ്യത്തി സഗീറൻ ഔ കബീറ, മയ്യത്ത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവനാണെങ്കിലും അത് വ്യത്യാസമൊന്നുമില്ല, മുന്നിൽ തന്നെയാണ് നടക്കേണ്ടത്. വ ഖൗലുഹും, ഈ ഫുഖഹാഇൻ്റെ ഖൗല്, ലി അന്നഹും യഅനി അൽ മുസയ്യിഈന ശുഫആഉ, ലി അന്നഹും ശുഫആഉ എന്ന് ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. ഈ ജനാസ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ മുന്നിൽ പോകുന്നത് അത് അവർ ഈ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ ശഫാഅത്ത് ചെയ്യുന്നവരാണ് എന്നതാണല്ലോ കാരണമായി അവർ പറഞ്ഞത്. ആ പറഞ്ഞത് ലാ യഖ്തളി, തേടുകയില്ല, തഖ്സീസ ദാലിക ബിൽ കബീരി, ഇത് വലിയ മയ്യത്തിനെ കൊണ്ട് പ്രത്യേകമാക്കലിനെ തേടൂല. കാരണം എന്തുകൊണ്ട്? ലി അന്നഹും ശുഫആഉ ഫിൽ ജുംലത്തി, ഈ ജനാസ സംസ്കരണത്തിൽ പങ്കുകൊള്ളുന്നവർ മൊത്തത്തിൽ ശഫാഅത്ത് ചെയ്യുന്നവരാണ്. അത് മയ്യത്ത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ശഫാഅത്ത് ആവശ്യമായി വരെ വലിയവർക്കാണ് എന്നുള്ള നിലക്കാണ് ആ പറയുന്നത്. മഅമാ ഫീഹി മിനൽ ഇത്തിബാഅ്, ഇതിൻ്റെയൊക്കെ പുറമെ ഈ ഇത്തിബാഅ് എന്നൊരു കാര്യം വേറെയുണ്ട്, അതിൻ്റെ പുറമെയാണ്. അതോടുകൂടെ തന്നെ മൊത്തത്തിൽ ശഫാഅത്ത് ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ ഇത്തിബാഅ് എന്ന ആ ഒരു ഘടകം ചെറിയ മയ്യത്താണെങ്കിലും വലിയ മയ്യത്താണെങ്കിലും മുന്നിൽ നടക്കുക എന്നുള്ളതുണ്ട്. അതോടുകൂടെ മൊത്തത്തിൽ ഇവർ കുട്ടികളെ മയ്യത്താണെങ്കിലും ശുഫആ ആണ്, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വന്നവർ തന്നെയാണെന്ന് പറയാം മൊത്തത്തിൽ. ഫതാവ ഇബ്നു സിയാദ് 198. വാഹനത്തിൽ പോകൽ ഉദ്റൊന്നുമില്ലെങ്കിൽ, കാരണങ്ങളൊന്നുമില്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറഞ്ഞല്ലോ. വയുക്റഹു റുകൂബുൽ ഖാദിരി ഫിദ്ദഹാബി ഫഖത്ത്, നടക്കാൻ കഴിവുള്ളവൻ വാഹനത്തിൽ കയറൽ കറാഹത്താണെന്ന് പറഞ്ഞത് പോകുന്നതിൽ മാത്രമാണ്. വരുമ്പോൾ വാഹനത്തിൽ പോരുന്നതിന് വിരോധമില്ല. അത് ഇജ്ലാലൻ ലിമൻ മഅഹ മിനൽ മലായിക്കത്തി, ഈ ജനാസൻ്റെ കൂടെയുള്ള മലക്കുകളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് ആ വാഹനം കയറൽ കറാഹത്താണെന്ന് പറഞ്ഞത്. കമാഫി ഹദീസിൻ, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. വൽമസ്യു വബി അമാമിഹ വ ഖുർബിഹ ബിഹൈസു ലവിൽ തഫത്തല റആഹ, മയ്യത്തിൻ്റെ കൂടെ മുന്നിലായിട്ടും അടുത്തായിട്ടും തിരിഞ്ഞു നോക്കിയാൽ കാണും വിധം നടക്കുക എന്നുള്ളത് അഫ്ളലു മിനർ റുകൂബി മുത്ലഖൻ, അത് വാഹനം കയറുന്നതിനേക്കാണ് അഫ്ളലാണ് മുത്ലഖൻ, ഐ ഖൽഫഹ വ അമാമഹ, മയ്യത്തിൻ്റെ മുന്നിലോ പിന്നിലോ എവിടെ ആണെങ്കിലും, ആ മുന്നിൽ നടന്നാലും പിന്നിൽ നടന്നാലും അതാണ് വാഹനം കയറുന്നതിനേക്കാണൊക്കെ അഫ്ളല് നടക്കൽ. അപ്പോൾ വാഹനത്തിൽ പോവുകയാണെങ്കിൽ മുന്നിൽ പോകാം, നടക്കുകയാണെങ്കിൽ പിന്നിൽ നടക്കേണ്ടി വരും. എന്നാലും ആ പിന്നിൽ നടക്കലാണ് വാഹനത്തിൽ പോകുന്നതിനേക്കാണ് അഫ്ളല് എന്ന് സാരം. അൽ മുഅ്തമദു ഫിൽ മദ്ഹബി എന്ന ഗ്രന്ഥം 2/238, ഫത്ഹുൽ ജവാദ് 1/353. റവാ ഇബ്നു ഹിബ്ബാൻ വ ഗൈറുഹു, ഇബ്നു ഹിബ്ബാനും മറ്റുള്ളവരൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അനിബിന് ഉമറ, ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് അന്നഹു റഅ, ഇബ്നു ഉമർ തങ്ങൾ കണ്ടു അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ, വ അബൂബക്കറിൻ, അബൂബക്കർ തങ്ങളെയും, വ ഉമറ, ഉമർ തങ്ങളെയും ഒക്കെ കണ്ടു, യംശൂന അമാമൽ ജനാസത്തി,
അവർക്ക് ജനാസയുടെ മുന്നിൽ നടക്കുന്നതായിട്ട് കണ്ടു എന്നാണ്. ഷർഹുൽ മന്നജ് 1469 ബുജൈരിമിയുടെ ഹാമിഷിൽ ഉള്ള ഷർഹുൽ മന്നജ്. വലാ യുക്റഹു റുകൂബു ഫിർ റുജൂഇ മിൻഹ, ജനാസയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ വാഹനം കയറൽ കറാഹത്തില്ല, വാഹനത്തിൽ തിരിച്ചു പോരാം, അത് കറാഹത്തില്ല. ലിഫഇലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ്. റവാ മുസ്ലിമുൻ അൻ ജാബിരി ബിനി സമുറത്ത അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങൾ സല്ലാ അല ബിനിദ്ദഹദ, ഇബ്നുദ്ദഹദ എന്നവരുടെ മേൽ റസൂലുള്ളാഹി നമസ്കരിച്ചു. വഹീനൻ സറഫ, നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോരുന്ന സമയത്ത് ഉത്തിയ, റസൂലുള്ളാഹി കൊണ്ടുവരപ്പെട്ടു ബി ഫർസിൻ മുഅറൗറൻ, ജീനി ഇല്ലാത്ത ഒരു കുതിരയെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ഫറക്കിബഹു, റസൂലുള്ളാഹി ആ കുതിരയെ സവാരി ചെയ്തുകൊണ്ടാണ് തിരിച്ചു പോന്നത്. മഹല്ലി 1346 ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണമൊന്നും കൂടാതെ പോകുമ്പോൾ വാഹനം കയറൽ അത് കറാഹത്താണ്. ആ ഉദ്ർ ഏതുപോലെ കൽഉഫിൻ, അവൻ ശേഷി കുറഞ്ഞവനാണ്, ശാരീരികമായി അവശത. അതുപോലെ തന്നെ ബുഅദി മക്കാനിൻ, മഖ്ബറ നിലകൊള്ളുന്ന സ്ഥലം അകലെയാണ്, അതൊരു കാരണമാണ്. വലാഹിറുഹു അന്നഹു ലാ കറാഹത്ത ഹീനഇദിൻ, മഖ്ബറ വിദൂരമാകുമ്പോൾ വാഹനത്തിൽ കയറിപ്പോകൽ കറാഹത്ത് വരികയില്ല. വൈൻ അതാക്കൽ മശ്യ ബിലാ മശഖത്തിൻ, പ്രയാസം കൂടാതെ നടക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ പോലും കറാഹത്ത് വരികയില്ല എന്നാണ്. ഈ മഖ്ബറ അകലെയാകുക എന്നുള്ളത് വാഹനം കയറാനുള്ള ഒരു കാരണമായി പറഞ്ഞതിൻ്റെ ലാഹിർ. ലി അന്ന അഹ്ലൽ ഉർഫിൽ ആമി യഅദൂനൽ മസ്യ ഹുനാ ഹത്താ മിൻ ദവിൽ മനാസിബി തവാളുഅൻ വംതിസാലൻ ലിസുന്നത്തി, പൊതുവായ ഒരു ഉർഫിൻ്റെ ആളുകൾ യഅദൂനൽ മസ്യ ഹുനാ, ഇവിടെ ഉള്ള ഈ നടത്തത്തെ അവർ എണ്ണുന്നു. ഹത്താ മിൻ ദവിൽ മനാസിബി, അത് എത്ര ഉന്നതരായ ആളുകളിൽ നിന്നാണെങ്കിലും ശരി, തവാളുഅൻ, അതൊരു താഴ്മയുള്ള കാര്യമായിട്ടാണ് എണ്ണുന്നത്. വംതിസാലൻ ലിസുന്നത്തി, നബിചര്യക്ക് വഴിപ്പെടലായിട്ടുമാണ് എണ്ണുന്നത്. ഫലാ തൻഖരിമു ബിഹി മുറുഅത്തുഹും, അപ്പോൾ ജനാസന്റെ കൂടെ പോകുക എന്നുള്ളത് അവരുടെ മാന്യതയെ ഹനിക്കുന്ന കാര്യമല്ല. ബൽ തസീദു, തന്നെയുമല്ല മാന്യത വർദ്ധിക്കാൻ ചെയ്യുക. മയ്യത്തിൻ്റെ കൂടെ പോകലും അവൻ്റെ മാന്യത വർദ്ധിക്കാൻ ഇടവരും. തുഹ്ഫ ഷർവാനി സഹിതം 3/130, അതുപോലെ തന്നെ 3/187. മയ്യത്തിൻ്റെ കൂടെ പോകുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ. വയുക്റഹു ലഗത്തു, ലഗത്ത് ഗൈനിന് ഫത്ഹ് കൊണ്ടും സുക്കൂന് കൊണ്ടും പറയാം. ലഗത്ത്. വഹുവ റഫ്ഉ സൗത്തി, ലഗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉയർത്തുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദ കോലാഹലം, അത് കറാഹത്താണ്. വലോ ബിദ്ദിക്രി വൽ ഖിറാഅത്തി, അത് ദിക്ർ കൊണ്ടാണെങ്കിലും ഖുർആൻ പാരായണം കൊണ്ടാണെങ്കിലും. ഫിൽ മസ്ജി മഅൽ ജനാസത്തി, ജനാസയോടുകൂടെ നടക്കുന്ന സമയത്ത് മാത്രമല്ല. വഹാല ഗസ്ലിഹി വ തക്ഫീനിഹി, മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്തും കഫൻ ചെയ്യുന്ന സമയത്തും. വ വദ്ഇഹി ഫിൽ ഖബ്രി,
ഖബറിൽ വെക്കുന്ന സമയത്തും ഒക്കെ ശബ്ദകോലാഹലം കറാഹത്താണ്. لأن الصحابة رضي الله عنهم كرهوه حينئذ. ഈ സന്ദർഭത്തിൽ ഈ ശബ്ദകോലാഹലം നടത്തലിനെ, ശബ്ദകോലാഹലത്തെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വെറുത്തിട്ടുണ്ട്. റവാഹുൽ ബൈഹഖി, ഇമാം ബൈഹഖി അക്കാര്യം റിവായത്ത് ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ് വേണ്ടത്? ബൽ യസ്കുതു, അവൻ സുക്കൂത്താവുകയാണ് വേണ്ടത്, അടങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഐ ലാ യർഫഉ സൗതഹു, അവൻ്റെ ശബ്ദം ഉയർത്തരുത്, ശബ്ദം ഉയർത്തരുത് എന്നാണ് ഇവിടെ യസ്കുതു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ തീരെ മിണ്ടാതെ ഇരിക്കുക എന്ന അർത്ഥം അല്ല. ലഗത്തിന്റെ നേരെ വിപരീതമാണ് ഇവിടെ യസ്കുതു എന്ന് പറയുന്നത്. മുതഫക്കിറൻ ഫിൽ മൗത്തി, മരണത്തിൽ ചിന്തിച്ചവനായും, വമാ യതഅല്ലഖു ബിഹി, മരണത്തിനോട് ബന്ധമുള്ള ചില കാര്യങ്ങളിൽ ചിന്തിച്ചവനായും, വഫനാഇ ദുനിയാ, ദുന്യാവിൻ്റെ നാശത്തിലും, ദാക്കിറൻ ബിലിസാനിഹി സിറ, അവൻ്റെ നാവ് കൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ട്, ലാ ജഹ്റൻ, ഉറക്കനെയല്ല, ലിഅന്നഹു ബിദ്അത്തുൻ ഖബീഹത്തുൻ, ഈ ഉറക്കനെ ശബ്ദം ഉയർത്തി കോലാഹലമുണ്ടാക്കുന്ന രീതി മോശമായ ആചാരമാണ്, പുത്തൻ ആചാരമാണ്. ലാക്കിൻ ഖാല ഇബ്നു സിയാദിൻ, പക്ഷേ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇൻ അദ്ദാ സുകൂത്തുഹും ഇലാ നഹവി ഗീബത്തിൻ, ഇവരുടെ ഈ സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നും ഉയർത്താതെ പതുക്കെ ദിക്ർ ചെല്ലുകയോ അതല്ലെങ്കിൽ ഒന്നും ചെല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് കൂട്ടിയാൽ ഇലാ നഹവി ഗീബത്തിൻ, ഗീബത്ത് പോലെയുള്ള തെറ്റായ വിഷയത്തിലേക്ക് കൂട്ടിയാൽ, ജനങ്ങൾ ഈ ദിക്ർ ചൊല്ലി കുറച്ച് ഉറക്കനെ ദിക്ർ ചെല്ലുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ ജനങ്ങൾ ഗീബത്ത് പോലെയുള്ള തെറ്റായ വിഷയങ്ങളിലേക്ക് തിരിയും എന്ന ഒരു സാഹചര്യം വന്നാൽ, കാന ഔല, അപ്പോൾ ഈ ശബ്ദം ഉയർത്തലാണ് നല്ലത്. ലിയസ്തഗ്ലൂ ബിഹി അൻഹാ, ഈ ഗീബത്ത് പോലത്തതിനെ തൊട്ട് അവർ ഇതുകൊണ്ട് ജോലിയാകാൻ വേണ്ടി. നഅം, എങ്കിലും യുസന്നുൽ ഇസ്തിഗാലു ബിൻ നഹവി ദിക്രി സിറ, എങ്കിലും സിറായിട്ട് പതുക്കെ ദിക്ർ പോലത്തത് കൊണ്ട് ജോലിയാകൽ സുന്നത്താണ്. അതോടൊപ്പം വയുക്റഹു തഹദ്ദുസു ഫീ ഉമൂരി ദുനിയ ഹാലൽ മസ്യി മഅൽ ജനാസത്തി, ജനാസയോടുകൂടെ നടക്കുന്ന സമയത്ത് ദുന്യവിയായ കാര്യങ്ങളിൽ സംസാരിക്കലും കറാഹത്താണ്. ഖാലൽ മുദാബഖി, ഇമാം മുദാബഖി റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദാ ബിഇഅ്തിബാരി മാ കാന ഫി സദ്രിൽ അവ്വലി, ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ ശബ്ദകോലാഹലം കറാഹത്താണ്, ശബ്ദം ഉയർത്തി ദിക്ർ ചെല്ലലും ഖുർആൻ ഓതലും സ്വലാത്ത് ചെല്ലലും ഒക്കെ കറാഹത്താണെന്നൊക്കെ പറഞ്ഞത് സദർ അവൽ, ആദ്യ നൂറ്റാണ്ടിൽ ഉള്ള ഒരു അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അമ്മല്ലാന, അപ്പോ ഇപ്പോഴത്തെ സ്ഥിതി, ഫലാ ബഅസ ബിദാലിക, ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊന്നും പ്രശ്നമില്ല. കാരണം ലി അന്നഹു ശിആറുൽ മയ്യത്തി, ഇപ്പോക്കെ ദിക്ർ ചൊല്ലുക, കുറച്ച് ഉറക്കനെ ദിക്ർ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് മയ്യത്തിനുള്ള ഒരു അടയാളമാണ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു അടയാളമായിട്ടാണിത് ഇപ്പോൾ ഉള്ളത്. വഫീ തർക്കിഹി, അതിനെ ഒഴിവാക്കുന്നതിലുണ്ട് ഇസ്തിറാഉം ബിഹി, ഈ മയ്യത്തിനെ ഒരു നിസ്സാരപ്പെടുത്തൽ ഉണ്ട്. വതഅറദുൻ ലിതകല്ലുമി ഫീഹി വഫീ വറസതിഹി, മയ്യത്തിലും മയ്യത്തിൻ്റെ അനന്തരാവകാശികളിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊള്ളയും വെളിവാകലുണ്ട്. അവരെ സംബന്ധിച്ച്, മയ്യത്തിനെ സംബന്ധിച്ചും മയ്യത്തിൻ്റെ അനന്തരഗാമികളെ സംബന്ധിച്ചൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നതിലേക്ക് വെളിവാകലും തിരിയലും ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ. വലൗ ഖീല ബി വുജൂബിഹി, ഇത് വുജൂബാണ് ദിക്ർ
ഉറക്കനെ ചൊല്ലുക എന്നുള്ളത് വുജൂബാണെന്നത് കൊണ്ട് പറയപ്പെടുകയാണെങ്കിൽ ലം യബുഅദ്, അത് വിദൂരമല്ല. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഖാലസി ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി പറയുന്നു, വഖദ് അമ്മത്തിൽ ബൽവ, എടങ്ങേറ് വ്യാപകമായിട്ടുണ്ട്, ബിമായുഷാഹദു, കാണപ്പെടുന്ന ഒരു കാര്യം കൊണ്ട്. അതെന്താ? മിൻ ഇസ്തിഗാലിൽ മുസയ്യിഈന, മയ്യത്ത് സംസ്കരണത്തിൽ സംബന്ധിക്കുന്ന ആളുകൾ ജോലിയാകലിനാൽ, ബിൽ ഹദീസി ദുന്യവി, ദുന്യവിയായ സംസാരങ്ങൾ കൊണ്ട് അവരതുകൊണ്ട് ജോലിയാകുന്നു. റുബമ അദ്ദാഹും, ചിലപ്പോൾ അവരെ ഈ ദുന്യവിയായ സംസാരങ്ങൾ കൂട്ടും, ഇലാ നഹവിൽ ഗീബത്തി, ഗീബത്ത് പോലോത്തതിലേക്ക് കൂട്ടും. അപ്പോ ഫൽ മുഖ്താറു, ഏറ്റവും നല്ലത്, ഇശ്ഗാലു അസ്മാഇഹിം, ഈ സംസ്കരണത്തിൽ സംബന്ധിക്കുന്ന ആളുകളുടെ ചെവികളെ, അവരുടെ കേൾവികളെ ജോലിയാക്കലാണ്. ബിദ്ദിക്രി, ദിക്ർ കൊണ്ട് ജോലിയാക്കലാണ്. എങ്ങനെയുള്ള ദിക്റാണ്? അൽ മുഅദ്ദി ഇലാ തർക്കിൽ കലാമി, അത് സംസാരം ഒഴിവാക്കൽ കൊള്ള കൂട്ടും. ഔ തഖ്ലീലിഹി, അതല്ലെങ്കിൽ സംസാരം കുറക്കൽ കൊള്ള അത് കൂട്ടും. അപ്പോൾ അതിന് ഉപകരിക്കും അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോൾ. ഇർത്തികാബൻ ലി അഖഫിൽ മഫ്സദത്തൈൻ, രണ്ട് മഫ്സദത്തുകളിൽ നിന്ന് നിസ്സാരമായതിനെ പ്രവർത്തിക്കുക എന്നുള്ളത്. ദുന്യവിയായ സംസാരങ്ങൾ സംസാരിക്കും, ചിലപ്പോൾ അത് മയ്യത്തിനെ സംബന്ധിച്ചോ മയ്യത്തിൻ്റെ കൂട്ടരെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചോ ഗീബത്ത് പോലോത്തത് പറയുന്ന ഒരു ഹറാമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ വലിയ മഫ്സദത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ മഫ്സദത്താണെന്ന് പറയപ്പെടുന്ന ശബ്ദം ഉയർത്തിയുള്ള ദിക്റെങ്കിലും കൊണ്ടുവരിക, അതാണ് ഇവിടെ കരണീയമായിട്ടുള്ളത്. ഖാല ഐൻഷീൻ, ബഹുമാനപ്പെട്ട അലി ഇബ്നു ശബ്റാ മുല്ലസി തങ്ങൾ പറയാണ്, വലൗ ഖീല ബിനദ്ബി മാ യുഫ്അലുൽ ആന, ഈ കാലഘട്ടത്തിൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യം സുന്നത്താണെന്നത് കൊണ്ട് പറയപ്പെട്ടാൽ, എന്താണ് ഇപ്പോൾ ചെയ്യപ്പെടുന്നത്? അമാമൽ ജനാസത്തി, മയ്യത്തിൻ്റെ മുന്നിൽ, മിനൽ യമാനിയത്തി വ ഗൈരിഹിം, യമനികളും അല്ലാത്തവരുമായ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദിക്റുകളും ഖുർആൻ പാരായണവും ഒക്കെ ആയിക്കൊണ്ടുള്ളതായ ആ പ്രവർത്തനം, അത് സുന്നത്താണെന്ന് പറയപ്പെട്ടാൽ ലം യബുഅദ്, അത് വിദൂരമായ കാര്യമല്ല. കാരണം ലി അന്നഫി തർക്കിഹി ഇസ്ദിറാഅൻ ബിൽ മയ്യിത്തി, ഇവയെ ഒഴിവാക്കുന്നതിലുണ്ട് ഇസ്റാഅൻ ബിൽ മയ്യിത്തി, മയ്യത്തിനെ നിസ്സാരപ്പെടുത്തതിലുണ്ട്. വതഅറുദൻ ലിതകല്ലുമി ഫീഹി വഫി വറസതിഹി, മയ്യത്തിൻ്റെ കാര്യത്തിൽ, മയ്യത്തിലും മയ്യത്തിൻ്റെ അനന്തരാവകാശികളിലും തെറ്റായ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്ക് വെളിവാകലും ഉണ്ട് ഇത് ഒഴിവാക്കുമ്പോൾ. അതുകൊണ്ട് ഇത് സുന്നത്താണെന്ന് പറയപ്പെടലാണ് നല്ലത്. ഇതിന് പുറമെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹി പറഞ്ഞതാണ്, ജനാസയിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിനെ അധികരിപ്പിക്കുവീൻ. ഐ അക്സിറൂ ഹാല തശ്യീഇകും ലിൽ ജനാസത്തി, ജനാസ സംസ്കരണത്തിൻ്റെ വേളയിൽ നിങ്ങൾ അധികരിപ്പിക്കൂ, മിൻ ഖൗലിഹാ സിർറൻ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനെ ശബ്ദം ഉയർത്താതെ പറയലിനെ. ഫഇന്ന ബറക്കത്തഹാ തഊദു അലൽ മയ്യിത്തി വഅലൈക്കും, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റിൻ്റെ ബറക്കത്ത് മയ്യത്തിൻ്റെ മേലും നിങ്ങളുടെ മേലും മടങ്ങും. അതുകൊണ്ട് അത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. മാത്രവുമല്ല, ലാക്കിൻ ഖാല ഇബ്നു സിയാദിൻ തബഅൻ ലിൽ ബദ്രിൽ അഹ്ദൽ, ബദ്റുൽ അഹ്ദൽ എന്ന മഹാനോട് പിൻപറ്റിക്കൊണ്ട് ഇബ്നു സിയാദ് തങ്ങൾ പറഞ്ഞത്, ഇന്നഹു ബിദ്അത്തുൻ ഹസന, ഈ ദിക്ർ ഉറക്കനെ ചെല്ലുക എന്നുള്ളത് ഒരു നല്ല ബിദ്അത്താണ്. കാരണം ലി അന്നൽ ഖുലൂബ ജുബിലത്ത് അല തഹദ്ദുസി ഫി ഉമൂരി ഫി അംരി ദുനിയാ, കാരണം മനുഷ്യ ഹൃദയങ്ങൾ പ്രകൃതിയാൽ ഊട്ടപ്പെട്ടിട്ടുള്ളത് ദുന്യാവിൻ്റെ കാര്യത്തിൽ സംസാരിക്കലിൻ്റെ മേലാണ്. വഹാദ ഔല, അതിനേക്കാണൊക്കെ നല്ലത് ഈ ദിക്റാണല്ലോ.
എന്നാണ്. അപ്പോൾ ഇതാണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശബ്ദ കോലാഹലങ്ങൾ ഒഴിവാക്കി ശബ്ദം ഉയർത്തി തന്നെ ദിക്റുകളും ഒക്കെ ചൊല്ലിക്കൊണ്ടു പോവുക എന്നുള്ളത് ഈ കാലത്ത് അധികരിച്ചു വരുന്ന ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, മയ്യത്തിനെ സംബന്ധിച്ചോ മയ്യത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചൊക്കെ മോശമായത് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും ഇതൊക്കെ ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഇത് വളരെ നല്ലതാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. വല്ലാഹു അഅലം ബിസ്സവാബ്. തുഹ്ഫ 388 87 88, ബുശ്റൽ കരീം 2399, ഫത്ഹുൽ അലാം 3199, ബിളിയ 85, ഷെർവാനി 3187, കുർദി 2112, ബുജൈരിമി 1470, ജമല് 2166, ജാമിഉ സഗീർ സിറാജുൽ മുനീർ എന്ന അതിൻ്റെ ശറഹ് സഹിതം 1290, ഹാഷിയത്തുൽ ജർഹസി അൽ മൻഹജുൽ ഖവീം 547.